എന്തൊരു ലൈഫാണ് നിഖിൽ നിന്റേത്. സംഭവ ബഹുലം. ഒരു ദിവസം കൊച്ചിനെ കിഡ്നാപ്പ് ചെയ്യണം, അടുത്ത ദിവസം ആ സ്ത്രീയെ കിഡ്നാപ്പ് ചെയ്യണം, ഇവളെ ഭീഷണിപ്പെടുത്തണം, അവളെ ഭീഷണിപ്പെടുത്തണം. എന്തൊരു ത്രില്ലിംഗ് ലൈഫാണ് നിഖിൽ നിന്റേത്. ശരിക്കും രസമുണ്ട്. ഗോ ത്രിൽ മാൻ, കമോൺ. ഇതിനെ ആരാ വന്നിരിക്കുന്നത്? ഇനി വീണ്ടും ആ സർല തന്നെയാണോ? ഈ സ്ത്രീകളെല്ലാം നീയോ? നീ എന്താ ഇവിടെ? നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ? ആരെങ്കിലും നിന്നെ കണ്ടോ? റിലാക്സ്. നീ ഇത് പറ, ആരെങ്കിലും നിന്നെ കണ്ടായിരുന്നോ? റിലാക്സ് നിഖിൽ, ഞാൻ നിന്നെ പോലെയൊന്നും അല്ല. ഒന്നും ചിന്തിക്കാതെയോ ഒന്നും കാണാതെയോ ആരുടെയെങ്കിലും ഹോട്ടൽ റൂമിലൊക്കെ വന്ന് കയറാൻ. അത് മാത്രമല്ല, പോകുന്ന വഴിയിൽ ആരെങ്കിലും എന്നെ ഫോളോ ചെയ്യുന്നു കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ അവരെ കിഡ്നാപ്പ് ചെയ്യാനും മാത്രം. സോറി, ഐ ഡിഡ്ന്റ് മീൻ ദാറ്റ്. ബട്ട് ഡോണ്ട് യു വറി. ഞാൻ നല്ലപോലെ ശ്രദ്ധിച്ചിട്ടാ വന്നത്. എന്റെ പുറകില് ആരും വരുന്നില്ലാന്ന്. എനിവേ, ഫർഗെറ്റ് അബൌട്ട് ദാറ്റ്. എന്നോട് ഒരു കാര്യം പറയും, ഈ പ്ലാൻ എവിടെ വരെ എത്തി? സോറി, പ്ലാൻ എവിടെ വരെ എത്തിയെന്നോ? യാ മാഡം, പാഴ്സൽ എവിടെ വരെ എത്തിയെന്ന് ചോദിക്കുക. പാഴ്സൽ എത്തിക്കഴിഞ്ഞു. ഇപ്പോൾ ആ പാഴ്സൽ പണി തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടാവും. ഫാന്റാസ്റ്റിക്. അപ്പോൾ അതിനർത്ഥം ആ പേപ്പേഴ്സ് ആലിയ, നിഖിൽ ഒരു ജോലി ഏറ്റെടുത്താൽ അത് നല്ലതുപോലെ പൂർത്തിയാക്കും. ഇൻഫാക്ട് ആ പേപ്പേഴ്സ് ഇപ്പോ അബിയുടെ കയ്യിലാവും ഉണ്ടാവുക. ഹി മസ്റ്റ് ബി ഗോയിങ് ത്രൂ ദം. ഉടനെ തന്നെ സൈനും ചെയ്യും. ഇൻഫാക്ട് താനും ഇപ്പൊ നമ്മളെ വിളിക്കുമായിരിക്കും ഗുഡ് ന്യൂസ് തരാൻ വേണ്ടി. Fantastic, Nikhil, fantastic. Are you okay? Yeah, I'm absolutely fine. You know what? I knew it. എനിക്കറിയാമായിരുന്നു ഒരു തവണ ആ പ്രിയ ഡിവോഴ്സ് പേപ്പേഴ്സിൽ സൈൻ ചെയ്ത് അഭിഷേക് പ്രേം മേനോന് അയച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ അവനത് ഉറപ്പായിട്ടും ഒരു വലിയ ഇമ്പാക്ട് ഉണ്ടാക്കും. അവനതൊരു ഭയങ്കര ഷോക്കായിട്ട് തീരും. പിന്നെ അവൻ ആലോചിക്കുന്നത് പ്രിയ എന്തുകൊണ്ടാ തന്നെ ആ പേപ്പർ കൊണ്ടുവരാത്തെന്ന്. 2 ഓപ്ഷൻസ് ഉണ്ടാവും. ആദ്യത്തേത്, അഭിഷേക് പ്രേം മേനോൻ ഷോക്കിൽ അല്ലെങ്കിൽ ദേഷ്യം കൂടിയിട്ട് ആ പേപ്പേഴ്സിൽ സൈൻ ചെയ്തിരിക്കും. I so knew this is gonna happen. Brilliant plan, Alia. Brilliant plan. പിന്നെ അറിയൂ, അവളുടെ ഫാമിലി വഴി തന്നെ ആ പേപ്പേഴ്സ് അയക്കാന്ന് പറയുന്നത് എന്റെ വലിയൊരു കഴിവാ. Yes, it was a master plan, Alia. What an idea. ഒരു പേടിച്ചു വിറച്ച പാവം അമ്മയെ ഓർമ്മ വരികയാണ്. അബിയെ കൺവിൻസ് ചെയ്യാൻ പോകും. ബേസിക്കലി ഡിവോഴ്സ് പേപ്പറുമായി പോകും. ആ അമ്മ തന്റെ മകൾ പ്രിയയെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ അവരവനെ കൺവിൻസ് ചെയ്യാനുള്ള ഒരു മാർഗവും ഉപേക്ഷിക്കില്ല. ഇപ്പൊ അബിക്ക് അതിനെ സംശയിക്കാനുള്ള ഒരു കാരണവും ഇല്ല. സംശയമില്ലാതെ സൈൻ ചെയ്യും. സംശയത്തിന്റെ കാര്യം മാത്രമല്ല നിഖിൽ, അഭിഷേക് പ്രേം മേനോന്റെ എല്ലാ ഡൗട്ട്സും ക്ലിയർ ആവും. പിന്നെ ഒരു തവണ അയാൾ ആ പേപ്പറിൽ സൈൻ ചെയ്ത് കഴിയുമ്പോഴുണ്ടല്ലോ, ആ പ്രിയ വീട്ടിൽ നിന്നും എന്നേക്കുമായി പടിയിറങ്ങും. പ്രിയ എന്നേക്കുമായി പുറത്താവും, ആലിയ അകത്താവും. എങ്ങനെയാണെന്നറിയോ? അതായത് ഈ സോ കോൾഡ് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ഈ റിലേഷൻഷിപ്പ് തകർന്നു പോവും, പൊട്ടിപ്പൊളിഞ്ഞു പോവും. നോ മോർ ഒന്നും ഉണ്ടാവില്ല ബാക്കി. അപ്പൊ ഈ സോ കോൾഡ് പവിത്രമായ സഹോദര സ്നേഹബന്ധം, ആ തകർന്നു പോയ ബന്ധം വീണ്ടും പഴയതുപോലെ ശരിയാവും. യു നോ വാട്ട് ഐ മീൻ? ഞാൻ പതുക്കെ തിരിച്ചു വന്നിരിക്കും. എന്നിട്ട് അഭിഷേക് പ്രേം മേനോനെ വീണ്ടും എന്റെ വലയിൽ വീഴ്ത്തിയിരിക്കും. പിന്നെ നടക്കാൻ പോകുന്ന ഓരോ കാര്യങ്ങളും ഞാൻ തീരുമാനിക്കുന്നത് പോലെ. കൺഗ്രാറ്റുലേഷൻസ്. ആഫ്റ്റർ ഓൾ നിന്റെ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്തത് ആരാ? വെറുതെ ചിന്തിച്ചാൽ മാത്രം പ്ലാൻ ഉണ്ടാവില്ല ആലിയ. അതിനെ എക്സിക്യൂട്ട് ചെയ്യാനായി ഏതെങ്കിലും സ്മാർട്ട് വ്യക്തി തന്നെ വേണം. ഓ റിയലി? സിമ്പിൾ തിങ്. ഞാൻ കിഡ്നാപ്പിംഗ് കാര്യങ്ങളുമായി ബിസി ആയത് കാരണം ഇതൊക്കെ ചിന്തിക്കാനുള്ള സമയമില്ലായിരുന്നു. അല്ലെങ്കിൽ ഒരാളെ കിഡ്നാപ്പ് ചെയ്യുന്ന വ്യക്തിക്ക് അയാൾക്ക് ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ വളരെ എളുപ്പമാണ്. അപ്പോ ഈ ചെറിയ ഈ പ്ലാൻ നിന്റെ തലയിൽ എന്തുകൊണ്ട് ആദ്യം തോന്നാതെ? അതും എന്നോട് ചോദിക്കുന്നതിന് മുൻപ്. ഏയ്, താങ്ക് യു പറയാനല്ല വന്നത്. വാട്ട്സ് റോങ് വിത്ത് യു? ആദ്യമേ വന്നിരുന്നെങ്കിൽ നീ ഇവിടെ എന്തിനു വരണം? തിരിച്ചു വരാൻ ഒരു കാരണം വേണമായിരുന്നു. ദൈവം നിനക്ക് വീണ്ടും അവസരം തരുന്നതായിരിക്കാം. അതുകൊണ്ടല്ലേ നിനക്ക് നിന്റെ ഫാമിലിയോടൊപ്പം തിരികെ പോകാൻ കഴിയുന്നത്. ഇത് വെറും ഒരു കാരണം മാത്രമായിരുന്നു. ദാറ്റ്സ് ഇറ്റ്. പ്രിയയെ എനിക്ക് കിഡ്നാപ്പ് ചെയ്യാമെങ്കിൽ എനിക്ക് അവളെ കൊണ്ട് ഡിവോഴ്സ് പേപ്പറിൽ സൈൻ ചെയ്യിക്കാൻ കഴിയില്ലേ? നിനക്കിതിന്റെ ക്രെഡിറ്റ് വേണം. നീ എടുത്തോ. നിനക്കിനിയിപ്പോ തലയിൽ കിരീടം വെക്കണം. നീ വെച്ചോ. ഇൻഫാക്ട് വെയിറ്റ് എ സെക്കൻഡ്. കാരണം ഇപ്പോ നീ സന്തോഷിക്കുന്നു, പക്ഷെ കുറച്ചു കഴിയുമ്പോ സന്തോഷിക്കാൻ പോകുന്നത് ഞാനാണ്.
കാരണം എനിക്കിതിന്റെ എൻഡ് റിസൾട്ട് എന്താണെന്ന് അറിയണം. ആ പ്രിയയെ എന്റെ വീട്ടിൽ നിന്നും പുറത്താക്കും. കാരണം അത് കഴിഞ്ഞ് പിന്നെ ഈ വീട്ടിൽ ഉണ്ടാകാൻ പോകുന്നത് ആലിയ മേനോനായിരിക്കും. But you know what? I don't want to waste time. So, ഇനി എനിക്ക് പോയി ആ പ്രിയയെ ഒന്ന് കാണണം. എന്തിനാണെന്നറിയോ? അവൾ എപ്പോഴും സുമംഗലിയാണെന്നുള്ള ക്ലാസ് ഒക്കെ എടുത്തോണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ അവളുടെ സുമംഗലി പട്ടം കയ്യിൽ നിന്ന് നഷ്ടമാകുന്നത് കണ്ട് എനിക്ക് സന്തോഷിക്കണം. I don't want to miss that. So, I'm gonna go and take a look at that. See you. ഒരു മിനിറ്റ്. ഞാൻ എന്തെങ്കിലും പാപം ചെയ്തിട്ടുണ്ടോ? എനിക്കും അതൊക്കെ ആസ്വദിക്കാനുള്ള അവസരം തരൂ. Of course. നിന്റെ ഇഷ്ടം പോലെ ആവട്ടെ. Let's go. Please. അച്ഛമ്മ, ഇതൊക്കെ എന്താ? വെറുതെ തമാശ കാണിക്കാണോ? എനിക്കറിയാം അച്ഛമ്മയുടെ സ്വഭാവം എന്താന്ന്. പണ്ടും അച്ഛമ്മ വീട്ടിൽ വെച്ച് എന്നെ പറ്റിക്കുമായിരുന്നു. ഇതും അതുപോലൊരു കള്ളത്തരമല്ല അച്ഛമ്മ. അച്ഛമ്മ എന്താ ഒന്നും മിണ്ടാത്തെ? ഇത് തമാശയല്ല, ഇത് ഡിവോഴ്സ് പേപ്പറാണ്. പ്രിയ അയച്ചതാണ്. നീ ഇതിൽ സൈൻ ചെയ്യൂ. എനിക്കിത് കൊണ്ടുപോകണം. അച്ഛമ്മ, പ്രിയ എന്താ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? കാരണം അവൾക്ക് നിന്റെ കൂടെ ജീവിക്കാൻ താല്പര്യമില്ല. അച്ഛമ്മ കള്ളം പറയുക. പ്രിയയ്ക്ക് അങ്ങനെയൊന്നും എന്നെ പിരിയാൻ പറ്റില്ല അച്ഛമ്മ. അവൾ ഒരിക്കലും അങ്ങനെയൊന്നും ചിന്തിക്കുക പോലുമില്ല. യെസ്, ആലയുടെ അമ്പിപ്പോ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിരിക്കുക. പ്രശ്നം നടക്കുന്നുണ്ട്. പ്രശ്നം എന്തായാലും അത് കൂടിക്കോളൂ. അവൾ ഇവിടുന്ന് ഒരു വാക്ക് പോലും പറയാതെ ഇറങ്ങിപ്പോയത് ഒരു ഡിവോഴ്സ് പേപ്പർ അയക്കാനാണെന്ന് എനിക്ക് തോന്നുന്നില്ല അച്ഛമ്മ. സമ്മതിച്ചു, ഞാൻ എല്ലാം സമ്മതിച്ചു. അവൾ പറഞ്ഞതൊന്നും ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. പക്ഷെ എന്ത് പ്രശ്നമാണെങ്കിലും അവൾക്ക് നേരിട്ട് വന്ന് എന്നോട് സംസാരിക്കാലോ. അബി, നീ പറയുന്നതിന്റെ അർത്ഥം എന്താ? ഒബ്വിയസ്ലി അവളെല്ലാം സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്നേ. അവളുടെ പൈസ മുഴുവൻ അവളുടെ മാത്രം. പക്ഷെ ഈ തീരുമാനം അവൾ എപ്പോൾ എടുക്കുമെന്ന് മാത്രം അറിയില്ലായിരുന്നു. നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ ആവുന്നേ? നിന്റെ ആഗ്രഹം പ്രിയ ഡിവോഴ്സ് തരണം തന്നെയല്ലേ? ഇന്ന് അവളുടെ ഡിവോഴ്സ് നൽകിയിട്ട് നീ അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഇത് സൈൻ ചെയ്ത് തിരിച്ചു കൊടുക്കൂ. ഞാൻ എന്തായാലും ഇപ്പോ സൈൻ ചെയ്യില്ല. അതെന്താ കൊടുക്കാത്തത്? കാരണം ഇത് ശരിയല്ല. ഈ രീതികളെ തെറ്റാ. കാര്യം ഇനി എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും അവളായിട്ടൊരു ഡിവോഴ്സിന് തയ്യാറായി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഞാൻ എന്തിനു ഡിവോഴ്സ് ചെയ്യണം? ഈ പേപ്പറിൽ സൈൻ ചെയ്യേണ്ട ആവശ്യം എന്തോ? എങ്ങനെ അറിയാം ഈ പേപ്പേഴ്സ് ഒക്കെ ഫേക്ക് അല്ലാന്ന്? ഇത് പ്രിയയുടെ സിഗ്നേച്ചർ ആണെന്ന് നിനക്ക് ഉറപ്പുണ്ടോ? ചിലപ്പോ ഈ പേപ്പേഴ്സും ഫേക്ക് ആയിക്കൂടെ? ആ DNA റിപ്പോർട്ട് ഫേക്ക് ആയതുപോലെ. ഇപ്പതാ വീണ്ടും സസ്പെൻസ്. ആദ്യം പ്രഗ്നൻസി റിപ്പോർട്ട്സ് ശരിയാണോ തെറ്റാണോ എന്നതിന്റെ സസ്പെൻസ് ആയിരുന്നു. ഇപ്പതാ ഡിവോഴ്സ് പേപ്പർ ഒറിജിനൽ ആണോ ഫേക്ക് ആണോ എന്നതിന്റെ സസ്പെൻസ്. അബി, ഈ പേപ്പേഴ്സ് ഒറിജിനലാണ്. ഇതിലെ സൈൻ ഒറിജിനലാണ്. എനിക്ക് പ്രിയയുടെ സൈൻ അറിയാം. പിന്നെ നിനക്കും അതറിയാം. നീ സമ്മതിക്കുന്നില്ല. അതെന്താ സമ്മതിക്കാത്തെ? ഈ പേപ്പേഴ്സ് പ്രിയയുടെ അച്ഛമ്മ സ്വയം കൊണ്ടുവന്നതാ. അബി, നിനക്കും ഡിവോഴ്സ് വേണമായിരുന്നു. എന്റെ ആഗ്രഹം അതാ. കാരണം നമ്മുടെ കല്യാണം നടക്കാൻ. ഇന്ന് പ്രിയ നമ്മുടെ വഴിയിൽ നിന്ന് സ്വയം പിന്മാറുമ്പോ നീ എന്തിനാ അവളെ തടയുന്നേ? അബി, ഇത് ഡിവോഴ്സ് മാത്രമല്ല, ഒരു ഒഴിഞ്ഞു പോകല. പ്രിയയുടെ ഭരണത്തിൽ നിന്നും അവളുടെ പ്ലാനിങ്ങിൽ നിന്നുള്ള രക്ഷപ്പെടൽ. അബി, നീ നിന്റെ ഫാമിലിയെ കുറിച്ച് ചിന്തിക്കൂ. എല്ലാവരും അവളുടെ ടോർച്ചറിങ്ങിൽ നിന്ന് രക്ഷപ്പെടും. നിന്റെ കുഞ്ഞിനെ കുറിച്ച് ചിന്തിക്കൂ അബി. സൈൻ ചെയ്യൂ, എന്നിട്ട് ഇത് തിരികെ കൊടുക്ക്. തനു, അവൻ എങ്ങനെ സൈൻ ചെയ്യൂ? ഇത് നിനക്കാണെങ്കിൽ കല്യാണം എന്ന് പറഞ്ഞ ഒരു കുഞ്ഞിക്കളി പോലെയാണ്. ഇനി എന്താ, ഡിവോഴ്സും ഒരു കുഞ്ഞിക്കളിയാണെന്ന് വിചാരിക്കുന്നുണ്ടോ? ഒരു സൈൻ ചെയ്ത ഉടനെ എല്ലാം അവസാനിക്കാനായിട്ട്. ഈ ബന്ധം അബിയും പ്രിയയും തമ്മിൽ മാത്രമല്ല ഉള്ളത്. ഇത് രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധമാണ്. അവരുടെ ബന്ധത്തിന്റെ അന്തസ്സിന്റെ അഭിമാനത്തിന്റേതാണ്. അബി പ്രിയയോട് സംസാരിക്കും, അവളോട് ചോദിക്കും അവൾ എന്തിനാണ് ഇതൊക്കെ ചെയ്തതെന്ന്. ആന്റി പറയുന്നത് വളരെ ശരിയാണ്. വിവാഹ ബന്ധങ്ങൾ ഇങ്ങനെ പേപ്പറുകളിൽ അവസാനിക്കുന്നില്ല. അത് മുതിർന്നവരുടെ അനുഗ്രഹത്തോടെയാണ് തുടങ്ങിയത്. അവരുടെ സമ്മതമില്ലാതെ അവസാനിക്കുന്നത് എങ്ങനെയാണ്?
പിന്നെ പ്രിയ അബിയോട് മാത്രമല്ല അമ്മയോടും സംസാരിക്കേണ്ടതായി വരും. അവൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടോ നിങ്ങള്? നിങ്ങളോട് ആരെങ്കിലും ഇപ്പൊ ഉപദേശിക്കാൻ പറഞ്ഞോ? ഇങ്ങനെ ഉപദേശിച്ചോണ്ടേ ഇരിക്കുന്നു. നിങ്ങളുടെ സ്വന്തം മോളൊന്നും അല്ലല്ലോ നിങ്ങളുടെ സമ്മതം ഇല്ലാതെ കല്യാണം കഴിക്കാൻ. അവർക്ക് എന്താ ഇഷ്ടമെന്ന് വെച്ച് ചെയ്തോട്ടെ. ശരിയാ ആന്റി പറയുന്നത്. ഒന്നാമത്തെ കാര്യം, നമുക്ക് ആർക്കും തന്നെ ഈ പേപ്പറിൽ വിശ്വാസമില്ല. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആരുടെ സമ്മതമില്ലാതെ അബി ഇതിൽ സൈനും ചെയ്യില്ല. അല്ല, നമുക്ക് ഈ പേപ്പേഴ്സിൽ വിശ്വാസമില്ലെങ്കിൽ പിന്നെ എങ്ങനെ നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നത്? ഒരുപക്ഷെ പ്രിയേച്ചി അബിയോട് സംസാരിക്കേണ്ടായിരിക്കും ഈ പേപ്പേഴ്സിൽ സൈൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ അബി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അവൻ ചേച്ചിയോട് സംസാരിക്കാതെ പേപ്പേഴ്സിൽ സൈൻ ചെയ്യാൻ പോകുന്നില്ല. ഇനി എന്ത് സംസാരിക്കാനാ പ്രണവ്? ഇന്നലെ രാത്രി പാർട്ടിയിൽ സംഭവിച്ചത് ആരും കണ്ടില്ലായിരുന്നോ? അവളുടെ കള്ളത്തരം നമ്മുടെ മുന്നിൽ പിടിക്കപ്പെട്ടിരിക്കുന്നു. അവളുടെ ഉദ്ദേശവും ചിന്തയും എല്ലാം നമ്മുടെ മുന്നിൽ വന്നു കഴിഞ്ഞു. പിന്നെ അവൾ എങ്ങനെ അബിയുടെ മുഖത്ത് നോക്കി സംസാരിക്കും? അവൾക്കറിയാം അവളുടെ ഒരടവും ഇവിടെ നടക്കില്ലെന്ന്. അവൾക്ക് ഇവിടെ ഭരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അവൾ ഇവിടെ നിന്ന് ആരോടും പറയാതെ പോയതും ഡിവോഴ്സ് പേപ്പറുമായി അവളുടെ അച്ഛമ്മയെ അയച്ചതും. ഈ പേപ്പേഴ്സ് മറ്റാരെങ്കിലും തന്നിരുന്നെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് വിശ്വസിക്കായിരുന്നു. പക്ഷെ ഈ പേപ്പേഴ്സ് പ്രിയയുടെ അച്ഛമ്മ തന്നെയാ കൊണ്ടുവന്നിരിക്കുന്നത്. അവളുടെ അച്ഛമ്മ തന്നെ അവൾക്ക് സംസാരിക്കാൻ താല്പര്യമില്ലെന്ന് പറയുമ്പോ പിന്നെ എന്താ പ്രശ്നം? ആൻഡ് അബി, പ്ലീസ് ഡോണ്ട് മൈൻഡ്. അവൾ ഒരിക്കലും നിന്നെ റെസ്പെക്ട് ചെയ്തിട്ടില്ല. ഒരിക്കലും നിനക്ക് ഇമ്പോർട്ടൻസ് നൽകിയിട്ടില്ല. നിന്റെ ഫാമിലിയെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല. അങ്ങനെ ചിന്തിച്ചിരുന്നെങ്കിൽ ഈ പേപ്പേഴ്സ് അയക്കുന്നതിന് മുൻപ് തന്നെ അവൾ ഇവിടെ വരുമായിരുന്നു. എല്ലാവരുടെയും പെർമിഷൻ വാങ്ങിച്ചിട്ട് ഈ ഡിവോഴ്സ് പേപ്പേഴ്സ് അയച്ചേനെ. പക്ഷെ ഇല്ല, ഇതൊക്കെ ചെയ്ത് അവൾ നിങ്ങളെ ഇൻസൾട്ട് ചെയ്തു. പിന്നെ സംസാരിച്ച പിന്നെ അവൾ ഇൻസൾട്ട് ചെയ്യില്ലേ? ഈ ബന്ധം അവസാനിപ്പിക്കാൻ ഈ രീതിയാ വേണ്ടതെങ്കിൽ ഞാൻ അതിന് തയ്യാറാച്ചമേ. പക്ഷെ ഞാൻ പ്രിയയെ നേരിട്ട് കാണുന്നത് വരെ ഈ പേപ്പറിൽ ഞാൻ സൈൻ ചെയ്യാൻ പോകുന്നില്ല. കാര്യം ഞാൻ അറിയുന്ന പ്രിയ അങ്ങനെയല്ല. നെറ്റിയിൽ തൊട്ടിരിക്കുന്ന സിന്ദൂരത്തിന് സ്വന്തം ജീവനേക്കാൾ വില കൊടുക്കുന്ന സ്ത്രീ അവള്. ഞാൻ ഡിവോഴ്സിന് വേണ്ടി അവളുടെ പുറകെ നടന്നല്ലേ കുറെ കാലം. എന്നിട്ട് അവൾ ഡിവോഴ്സ് തന്നോ? ഇപ്പോഴെന്താ പെട്ടെന്നൊരു ഡിവോഴ്സ്? നീ ഇപ്പോഴും ഈ ചോദ്യം ചോദിക്ക? നിനക്കറിയോ, അവൾക്ക് നമ്മുടെ കുഞ്ഞ് വളരെ അപകടകാരിയാണ്. അവൾക്ക് ചിലപ്പോൾ അറിയാമായിരിക്കും നമ്മുടെ കുഞ്ഞ് ഈ ലോകത്തിൽ വന്നാൽ അവൾ നിന്റെ അടുത്ത് നിന്ന് തട്ടിയെടുത്തതല്ല നമ്മുടെ കുഞ്ഞ് അവളുടെ കയ്യിൽ നിന്ന് തട്ടിയെടുക്കുമെന്ന്. അതുകൊണ്ട് അവൾ നമ്മുടെ കുഞ്ഞിനെ വരെ കൊല്ലാൻ ശ്രമിച്ചു. പക്ഷെ അവൾക്ക് അവളുടെ പ്ലാനുകൾ ഫലിക്കില്ല എന്ന് മനസ്സിലായപ്പോൾ അവൾ ഇങ്ങനെയൊക്കെ ചെയ്തു. നിന്നെ അകറ്റിയിട്ട് ഇതെല്ലാം സ്വന്തമാക്കി വെക്കാൻ ഇപ്പോൾ അവൾ തീരുമാനിച്ചിരിക്കുക. അതുകൊണ്ടാ അവൾ ഡിവോഴ്സ് പേപ്പേഴ്സ് അയച്ചത്. അബി, അവള് ബന്ധങ്ങൾക്ക് ഒരു വിലയും കൽപ്പിക്കാറില്ല. അവൾക്ക് വിലയുള്ള കാര്യം പൈസ മാത്രമാ. വിവാഹ ബന്ധമൊക്കെ അവളുടെ നാടകമാണ്. ഭർത്താവ് ഭഗവാനാണ്, ഭർത്തഗ്രഹം സ്വർഗമാണ്. ഇതൊക്കെ പറച്ചില് മാത്ര, സംസ്കാരം ഒന്നും തന്നെ ഇല്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അവളുടെ അച്ഛമ്മ ഈ പേപ്പേഴ്സുമായി ഇവിടെ വരില്ലായിരുന്നു. നിന്നെ പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് പകരം ഇവർ ഇങ്ങനെ ചെയ്യരുതെന്ന് പ്രിയോട് പറയണമായിരുന്നു. പക്ഷെ അബി, ഈ ഡിവോഴ്സ് പ്രിയയുടെ മാത്രമല്ല, പ്രിയയുടെ ഫാമിലിയുടെ ആവശ്യമാണ്. അവിടെയുള്ളവർക്ക് ഇതാ താല്പര്യമെങ്കിൽ പിന്നെ ഇവിടെയുള്ളവർ എന്ത് പറയാനാ? എനിക്ക് മനസ്സിലാവാത്തത് ഇതാ, പ്രിയ ഇവിടെ വന്നപ്പോ എല്ലാവരുടെ ആഗ്രഹം പ്രിയ ഇവിടം വിട്ട് പോകണമെന്ന് തന്നെയായിരുന്നു. ഇപ്പൊ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നത് പ്രിയ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത് എന്നതാ. നിങ്ങൾ എന്താ ഡിസൈഡ് ചെയ്യാത്തത്? പ്രിയ ഇവിടെ താമസിപ്പിക്കണമെങ്കിൽ പിന്നെ എന്നെ എന്തിനാ ഇവിടെ താമസിപ്പിക്കുന്നേ? നിങ്ങൾ പ്ലീസ് ഡിസൈഡ് ചെയ്യൂ, നിങ്ങൾക്ക് എന്താ വേണ്ടെന്ന്. ഈ വീടിന്റെ അനന്തര അവകാശിയാണോ അതോ ഈ വീടിന്റെ ശത്രുവാണോ എന്ന്? അതെ, എന്നോട് വ്യക്തമായി കാര്യങ്ങൾ പറയൂ. എന്താ പ്രശ്നം? അവൾ എവിടെയാണ്? അവൾ നിങ്ങളോട് എന്താ പറഞ്ഞത്? അതെ, നോക്കൂ, ഇത് നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. എന്തൊക്കെ സംഭവിച്ചാലും പ്രിയ എത്രയൊക്കെ മാറിയാലും ശരി, അവൾക്കൊരിക്കലും ഇങ്ങനെ ചെയ്യാൻ സാധിക്കില്ല. ഒരിക്കലും ചെയ്യില്ല. നിങ്ങൾക്കറിയാമല്ലോ,
ഞാൻ അവളെ മരുമകളായിട്ടല്ല, മകളായിട്ടാണ് കാണുന്നത്. എൻ്റെ മകളായിട്ട്. ഞാനും ഒരമ്മയാണ്. എൻ്റെ മനസ്സ് പറയുന്നുണ്ട്, നിങ്ങൾ ഉറപ്പായും ഞങ്ങളിൽ നിന്ന് എന്തൊക്കെയോ കാര്യങ്ങൾ മറയ്ക്കുന്നുണ്ടെന്ന്. നിങ്ങൾ സത്യം പറയൂ. എന്താണ് ഒളിക്കുന്നത്? പ്രിയ എവിടെയാണുള്ളത്? അവൾ എന്താ പറഞ്ഞത്? പറയൂ. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, പ്രിയ വീട്ടിൽ തന്നെ ഉണ്ട്. പിന്നെ പ്രിയക്ക് ഈ വീട്ടിൽ ആരുമായിട്ട് സംസാരിക്കാൻ ഒരു താല്പര്യവും ഇല്ല. അതുകൊണ്ടാണ് അവൾ എന്നെ ഇങ്ങോട്ട് അയച്ചത്. പിന്നെ നിങ്ങൾ ചിന്തിക്കുന്നതൊക്കെ ശരിയാണ്. ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഒളിക്കുന്നുണ്ട്. ഞാൻ ഒളിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, പ്രിയക്ക് ഇനിയും ഒരിക്കലും ഈ വീട്ടിൽ നിൽക്കാൻ കഴിയില്ല. അവൾ ഒരുപാട് സഹിച്ചു. ഇനിയും അവൾക്ക് ഈ ബന്ധം തുടർന്നു പോകാനാവില്ല. ഇനി അവൾ സ്വതന്ത്രമാവട്ടെ. പിന്നെ നോക്കൂ, അഭി ചിന്തിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇനിയുള്ള ജീവിതം ആരുടെ കൂടെ എങ്ങനെ വേണമെന്ന്. ഇനി നീ അവളെക്കുറിച്ച് ചിന്തിച്ച് വിഷമിക്കണ്ട. ആ ഡിവോഴ്സ് പേപ്പർ ഒപ്പിട്ട് എനിക്ക് തന്നേക്കൂ. അവൾ ഇവിടെ എന്തെല്ലാം കണ്ടു, എന്തെല്ലാം സഹിക്കേണ്ടി വന്നു അവൾക്ക്. അച്ഛമ്മ എന്താ പറഞ്ഞേ? അവൾ ഇവിടെ എന്ത് കണ്ടുന്നാ, എന്ത് സഹിച്ചു പറയുന്നേ? അവൾ ഈ കുടുംബത്തെ എങ്ങനെയൊക്കെ വട്ടം കറക്കിയെന്ന് അച്ഛമ്മയ്ക്ക് അറിയോ? അവൾ ഒറ്റ ഒരുത്തി കാരണം എന്റെ കുടുംബത്തിലെ ഓരോ വ്യക്തിയും കരഞ്ഞിട്ടുണ്ട് അച്ഛമ്മ. എല്ലാവരും ടോർച്ചർ ചെയ്തു. സഹിച്ചതും സങ്കടപ്പെട്ടതൊക്കെ ഞങ്ങളാ അച്ഛമ്മ. പക്ഷെ ഇനി മതി. ഇനി കൂടുതൽ കളിക്കാൻ ഞാൻ അവളെ സമ്മതിക്കില്ല. ഞാൻ എന്തായാലും ഈ പേപ്പറിൽ സൈൻ ചെയ്യില്ല. നീയാണ് അഭി പ്രിയയുടെ ജീവിതം വെച്ച് കളിക്കുന്നത്. അവളുടെ മനസ്സിനെയും അവളുടെ സ്വപ്നങ്ങളെയും തകർത്തു നീ. ഏതൊരു സ്ത്രീക്ക് സഹിക്കാനാവും? അവളുണ്ടായിട്ടും അവളുടെ ഭർത്താവ് മറ്റൊരു സ്ത്രീയുടെ കൂടെ നടക്കുന്നത് എങ്ങനെ കാണാനാവും? അതുപോലെ തന്നെ നീ മറ്റൊരു സ്ത്രീയുടെ കുഞ്ഞിന്റെ അച്ഛനാവുന്നത് ആര് സഹിക്കും? ഒരുപാട് സഹിച്ചു അവൾ. ജീവിതത്തിൽ ഒരിക്കലും നിനക്ക് അവൾക്ക് സന്തോഷം നൽകാനായിട്ടില്ല. പറ്റുമെങ്കിൽ ഡിവോഴ്സ് തരൂ, അവളൊന്ന് രക്ഷപ്പെട്ടോട്ടെ. ഒരു കാര്യം കൂടി നീ കേട്ടോളൂ. അഥവാ ഈ പേപ്പറിൽ നീ സൈൻ ചെയ്തില്ല എങ്കിൽ നീ നിന്റെ കുഞ്ഞിന്റെ ജീവിതവും പ്രിയയുടെ ജീവിതവും കൊണ്ടാണ് കളിക്കുന്നത്. അത് അവൾക്ക് ഒരിക്കലും സന്തോഷം ഉണ്ടാക്കില്ല. പ്രിയേച്ചി എവിടെയാ? പ്ലീസ് ഒന്ന് പറയൂ. അത് ഞാൻ പറഞ്ഞില്ലേ, വീട്ടിലുണ്ടെന്ന്. അച്ഛമ്മ, പ്രിയേച്ചി എന്തിനാ ഇതൊക്കെ സൈൻ ചെയ്തേ? ചേച്ചിക്ക് എന്തെങ്കിലും അപകടമുണ്ടോ? പ്രിയേച്ചി ആരെങ്കിലും ഫോഴ്സ് ചെയ്താണോ ഇതൊക്കെ സൈൻ ചെയ്യിച്ചിരിക്കുന്നത്? അവൾ സ്വയം സൈൻ ചെയ്തതാണ്. അച്ഛമ്മ, അങ്ങനെയാണെങ്കിൽ അച്ഛമ്മ എന്തിനാ പ്രിയേച്ചിക്ക് ജീവിച്ചിരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞത്? അപ്പൊ എന്തുകൊണ്ട്? അച്ഛമ്മ പ്ലീസ് ഒന്ന് പറയും, എന്താ ഒളിച്ചു വെക്കുന്നത്? അത് ഞാൻ ഉദ്ദേശിക്കുന്നത്, അവൾക്കിനി ഇവിടെ ഒരു ജീവിതം വേണ്ട. അവൾ സ്വതന്ത്രയാകണം. അവൾ തീരുമാനങ്ങൾ സ്വയം എടുക്കണം. എല്ലാ ബന്ധങ്ങളിൽ നിന്ന് അവൾക്ക് മോചനവും വേണം. നീ വേഗം ഇതിലൊന്ന് സൈൻ ചെയ്യൂ. എനിക്ക് പെട്ടെന്ന് പോകണം. അച്ഛമ്മ എന്തൊക്കെയാ പറയുന്നത്? അച്ഛമ്മയല്ലേ എന്നോട് പറയാറുള്ളത്, കല്യാണം എന്ന് പറയുന്നത് പവിത്രമാണ്, നമ്മൾ മരിച്ചാലും ആ ബന്ധം വേർപെടില്ലാന്ന്. അവൾക്കിപ്പോ ഈ ബന്ധത്തെ ഇങ്ങനെ തകർക്കാനാണ് ആഗ്രഹമെങ്കിൽ ശരി, ഞാൻ ഈ പേപ്പറിലൊക്കെ സൈൻ ചെയ്തോളാം. അവൾക്ക് ഡിവോഴ്സും കൊടുക്കാം. പക്ഷേ എനിക്ക് അവളോടൊന്ന് സംസാരിക്കണം. എനിക്ക് എൻ്റെ ചോദ്യങ്ങളുടെ ഉത്തരം കിട്ടിയേ പറ്റും. അവളിപ്പോൾ ഡിവോഴ്സ് ആവശ്യപ്പെട്ടതിൻ്റെ കാരണം കൂടി എനിക്കറിയണോ അച്ഛമ്മേ? അതുവരെ സൈൻ ചെയ്യില്ല. എന്തിനാ വെറുതെ സമയം കളയുന്നത്? നിനക്ക് അവളെ കാണാൻ കഴിയില്ല. അവളെന്തിനാ ഇപ്പോൾ ഡിവോഴ്സുമായിട്ട് മുന്നോട്ട് വന്നത്? എൻ്റെ ടൈം ഒരുപാട് വേസ്റ്റ് ആക്കിയതല്ലേ അവള്. അപ്പോൾ അവളെ ടൈമും കുറച്ച് വേസ്റ്റ് ആവട്ടെ. നീ അവളെ കാണില്ല. അവൾക്ക് അർജന്റായിട്ട് സൈൻ വേണമെന്നുണ്ടെങ്കിൽ അവൾ എന്നെ വന്ന് കണ്ടേ പറ്റൂ. നിൽക്കൂ, നീ വാശി പിടിച്ചവളെ കാണാൻ നോക്കണ്ട. അവൾക്ക് നിർബന്ധം പിടിച്ച് എൻ്റെ സൈൻ വാങ്ങാനും പറ്റില്ല. ഞാൻ അവളെ കാണാൻ സമ്മതിക്കില്ല. ഈ കാണുന്ന പേപ്പറിലുണ്ടല്ലോ 3 പേരുടെ ജീവിതം കുരുങ്ങിക്കിടക്കുന്നത്. ഞാൻ അവരുടെ ഫ്യൂച്ചർ എൻ്റെ ഒരു സിഗ്നേച്ചറിലൂടെ ഞാൻ ഡിസൈഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല അച്ഛമ്മേ. എനിക്ക് അവളെ എന്തായാലും കണ്ടേ പറ്റൂ.
അവൾക്ക് ഇവിടെ വന്ന് എന്നെ കാണാൻ പറ്റില്ലെങ്കിൽ അവൾ ഉള്ളിടത്ത് ഞാൻ പോയി കാണും. അഭി നിൽക്കോ അവിടെ, ഞാൻ നിന്നെ പോകാൻ അനുവദിക്കില്ല. അച്ചമ്മയ്ക്ക് പ്രിയയുടെ ലൈഫിലെ കാര്യങ്ങൾ എന്ത് വേണമെങ്കിലും ഡിസൈഡ് ചെയ്യാം. എന്റെ കാര്യത്തിൽ ഇടപെടണ്ട. ഇനി അച്ചമ്മയല്ല, ഈ ലോകം മുഴുവൻ എന്റെ മുന്നിൽ വന്ന് പറഞ്ഞാലും പ്രിയയെ കാണുന്നതിൽ നിന്നും എന്നെ തടയാൻ പറ്റില്ല.